അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ഖതമുൽ ഖുർആൻ പൂർത്തീകരിച്ച പിഞ്ചുകുട്ടികളെ, അവർക്ക് വേണ്ടി അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ നമ്മുടെ അധ്യാപികമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് പഠിക്കാനുമുള്ള അവസരം ലഭിക്കുക എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്ര നല്ലൊരു അവസരം ലഭിച്ചു കഴിഞ്ഞു. ഖതം ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി പൂർത്തിയായിട്ടില്ല. നമ്മളിവിടെ ഒരു തുടക്കം കുറിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 3 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളൊരു ബേസ് മാത്രമാണ് കൊടുക്കുന്നത്. ഈ ബേസിൻ്റെ മുകളിൽ ഇനി പടുത്തുയർത്തേണ്ടത് എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വവും നിങ്ങൾ അധ്യാപകന്മാർക്ക് മാത്രമല്ല, ഇവിടെയുള്ള രക്ഷിതാക്കൾക്കാണ്. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ വാക്ക് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ നിന്ന് ഖതം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ പോകുന്നത് പബ്ലിക് സ്കൂളുകളിലേക്കും ഒക്കെയാണ്. സ്വാഭാവികമായും അതിൻ്റെ പഠനഭാരവും കാരണം ഇത് ഖുർആനിൽ നിന്ന് ഖുർആൻ വായിക്കാനോ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞ് വരുന്ന ഒരവസ്ഥയുണ്ടാവും. പക്ഷെ അതിന് എത്രയോ കുട്ടികളുടെ ഉമ്മമാരും ഉപ്പമാരും ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഈ കുട്ടികളെ ഈ പഠിച്ച സംഗതികളെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വെറും ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുന്ന് കൊടുത്ത ആ ഒരു ബേസ് ഇവർക്ക് മരണം വരെ നിലനിർത്താൻ ഒരു പ്രായം വരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അവർ സ്വയം ചെയ്തുകൊള്ളും. അപ്പോൾ അത്തരത്തിൽ, കാരണം ഖുർആൻ വെറും ഓതുന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ പഠിക്കാനും ഒക്കെ ഭാവിയിൽ അവർക്ക് വേണ്ട ഒരു സംഗതികളുടെ ബേസ് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ, ഇവിടുന്ന് ഖതം ചെയ്ത കുട്ടികൾക്ക് ഒരു മരണം വരെ അത് നിലനിർത്താനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിച്ച അധ്യാപികന്മാരെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. അപ്പോൾ അള്ളാഹു അതിനൊക്കെയുള്ള പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. കാരണം എത്ര കണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുന്നുവോ അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തുമോ അത്ര കണ്ട് നമ്മൾ സ്വർഗത്തിൽ 100 ദർജകൾ നമുക്ക് ഉയർന്ന് വരികയും അതിനനുസരിച്ച് അവരുടെ മാതാപിതാക്കൾക്കും അതിൻ്റെ ദർജകൾ കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഖുർആൻ ജീവിതത്തിൽ പകർത്താനും അത് മരണം വരെ നിലനിർത്തുവാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.